കാലിക്കറ്റ് സർവകലാശാലയിൽ SFI സ്ഥാപിച്ച ഗവർണർ വിരുദ്ധ ബാനറുകൾ നീക്കാൻ വൈകിയതിൽ വൈസ് ചാൻസലർക്കെതിരെ നടപടിയുണ്ടായേക്കും. ഇന്നലെ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജനെ വിളിച്ചു വരുത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതൃപ്തി നേരിട്ട് അറിയിച്ചിരുന്നു. വിഷയത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. കാലിക്കറ്റ് സർവകലാശാലയിലെ EMS സെമിനാർ കോംപ്ലക്സിൽ ഉച്ചയ്ക്ക് 3:30-ക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന സെമിനാർ. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പിന്തുണയോടെ കാലിക്കറ്റ് സർവകലാശാല സനാതന ധർമ്മപീഠം ചെയറാണ് സംഘാടകർ. സർവകലാശാലകളെ ചാൻസലർ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുള്ള SFIയുടെ പ്രതിഷേധം ഇന്നലെ ക്യാമ്പസിൽ തുറന്ന പോരിലേക്കും ബാനർ യുദ്ധത്തിലേക്കും എത്തിയിരുന്നു. ഇന്ന് സെമിനാറിൽ പങ്കെടുക്കാൻ എത്തുന്ന ഗവർണർക്കെതിരെ വൻ പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. സുരക്ഷ കണക്കിലെടുത്ത പാസ് മുഖേനയാണ് സെമിനാർ ഹാളിലേക്കുള്ള പ്രവേശനം. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് 2000 പോലീസുകാരെയാണ് സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമായി വിന്യസിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി നാടകീയ സംഭവങ്ങളാണ് ക്യാമ്പസിലുണ്ടായത്. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതിയ കറുത്ത ബാനറുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലീസിനെ കൊണ്ട് അഴിപ്പിക്കുകയും പിന്നാലെ സംഘടിച്ചെത്തിയ SFIക്കാർ കൂടുതൽ ബാനറുകൾ കെട്ടുകയും ചെയ്തു. ബാനറുകൾ നീക്കാനുള്ള രാജ്ഭവൻ നിർദ്ദേശം അവഗണിച്ച സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ ഇന്ന് നടപടിക്ക് സാധ്യതയുണ്ട്. സംഭവത്തിൽ വൈസ് ചാൻസലറെയും രജിസ്ട്രാറെയും വിളിച്ചുവരുത്തിയ ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. 24 തിരൂർ.